ഇനി മലയാള സിനിമ. സംസ്ഥാന അവാർഡ് ആരംഭിച്ച വർഷം 1969. സിനിമയ്ക്കുള്ള അവാർഡാണേ. മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ആദ്യമായി നേടിയത് സത്യൻ. ആദ്യത്തെ കളർ ചിത്രം കണ്ടം വെച്ച കോട്ട്. ചെമ്മീൻ എന്ന ചലച്ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ സലീൽ ചൗധരി. ജയചന്ദ്രൻ ആദ്യമായി ഏത് ചിത്രത്തിനു വേണ്ടിയാണ് പാടിയത്? കളിത്തോഴൻ. നീലക്കുയിലിന്റെ തിരക്കഥാ രചയിതാവ് ഉറൂബ്. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ മലയാള ചിത്രം ചെമ്മീൻ. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യത്തെ മലയാള ചിത്രമോ? നീലക്കുയിൽ. ഏത് ചിത്രത്തിനു വേണ്ടിയായിരുന്നു യേശുദാസ് ആദ്യമായി പാടിയതെന്ന് പറയാമോ? കാൽപ്പാടുകൾ എന്ന ചിത്രത്തിനു വേണ്ടി. ചെമ്മീൻ എന്ന ചലച്ചിത്രത്തിന്റെ കഥ ഏത് പ്രശസ്ത സാഹിത്യകാരന്റേതാണെന്ന് പറയൂ? തകഴി ശിവശങ്കര പിള്ളയുടെ. ചെമ്മീൻ എന്ന ചിത്രത്തിൽ പാടിയ ഹിന്ദി പിന്നണി ഗായകൻ മന്നാടെ. മുഹമ്മദ് റഫി ഏത് മലയാള ചിത്രത്തിനു വേണ്ടിയാണ് പാടിയത്? തളിരിട്ട കിനാക്കൾ എന്ന ചിത്രത്തിന്. പ്രേം നസീറിന്റെ ആദ്യ സിനിമ മരുമകൾ. ചെമ്മീനിന്റെ സംവിധായകൻ രാമു കാര്യാട്ട്. ആദ്യത്തെ 70mm സിനിമ പടയോട്ടം. ആദ്യത്തെ ത്രിമാന ചിത്രം മൈഡിയർ കുട്ടിച്ചാത്തൻ. ആദ്യത്തെ മലയാള ചിത്രമോ? വിഗതകുമാരൻ. എന്നാണത് ഇറങ്ങിയത്? 1928. ആദ്യത്തെ ശബ്ദചിത്രം ബാലൻ. ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ചിത്രം ജീവിത നൗക. ആരുടെ കഥയെ ആധാരമാക്കിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ. ഭരത് അവാർഡ് നേടിയ ആദ്യ മലയാള നടൻ PJ ആന്റണി. ആദ്യ മലയാള സിനിമാസ്കോപ്പ് ചിത്രം തച്ചോളി അമ്പു. പത്മരാജൻ സംവിധാനം ചെയ്ത അവസാന ചലച്ചിത്രം ഏതാണെന്ന് പറയൂ? ഞാൻ ഗന്ധർവൻ. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ആദ്യ സിനിമ സ്വയംവരം. KG ജോർജ് സംവിധാനം ചെയ്തതോ? സ്വപ്നാടനം. 2005 JC ഡാനിയൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? മധു. 1993 മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് TV ചന്ദ്രൻ നേടിക്കൊടുത്ത ചിത്രത്തിന്റെ പേര് പറയൂ? പൊന്തൻമാട. സുരേഷ് ഗോപിക്ക് ഭരത് അവാർഡ് നേടിക്കൊടുത്ത ചിത്രം കളിയാട്ടം. 1997. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നിലാവെളിച്ചം എന്ന കഥ ഏത് പേരിലാണ് ചലച്ചിത്രമായത്? ഭാർഗവീ നിലയം. മോഹൻലാലിന് ആദ്യമായി ഭരത് അവാർഡ് ലഭിച്ചത് ഏത് ചിത്രത്തിലാണെന്ന് അറിയാമോ? ഭരതം. MT വാസുദേവൻ നായർ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രത്തിന് ദേശീയ അവാർഡ് ലഭിച്ചു. ഏതാണ് ആ ചിത്രം? നിർമാല്യം. കേരളത്തിലെ ആദ്യത്തെ സിനിമ തിയേറ്റർ ജോസ് ബയോസ്കോപ്പ്. എവിടെയാണതുള്ളത്? തൃശൂർ. എന്നാണത് സ്ഥാപിച്ചത്? 1907. എന്ന് സ്വന്തം ജാനകിക്കുട്ടി MTയുടെ ഏത് കഥയെ ആസ്പദമാക്കിയെടുത്ത സിനിമയാണെന്ന് പറയൂ? ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ. MT കഥയും തിരക്കഥയും രചിച്ച ആദ്യ സിനിമ മുറപ്പണ്ണി എന്ന സിനിമ. സ്നേഹസീമ, ഭാര്യ തുടങ്ങിയ ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയ പ്രശസ്ത സാഹിത്യകാരനാരാണ്? വൻകുന്നം വർക്കി. ആദ്യത്തെ ശബ്ദചിത്രമായ ബാലനിലെ നായകൻ KK അരൂർ. ബാലൻ എന്ന സിനിമയുടെ നിർമ്മാതാവ് TR സുന്ദരം. KK അരൂരിന്റെ മറ്റൊരു പേര് പറയൂ? K കുഞ്ചുപിള്ള. കേരള ചലച്ചിത്ര അക്കാദമി നിലവിൽ വന്ന വർഷം 1998. രാരിച്ചൻ എന്ന പൗരൻ, ഉമ്മാച്ചു, നായര് പിടിച്ച പുലിവാൽ, മിണ്ടാപ്പെണ്ണ് തുടങ്ങിയ സിനിമകൾക്ക് കഥയും തിരക്കഥയും എഴുതിയ സാഹിത്യകാരനാരാണ്? ഉറൂബ്. ആദ്യത്തെ സിനിമ സ്റ്റുഡിയോ ഏതാണ്? ദി ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ്. എവിടെയാണതുള്ളത്? തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ മേരിലാൻഡ് സ്റ്റുഡിയോ നിർമ്മിച്ച വർഷം എന്നാണ്? 1952. ചെമ്മീൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചത് ആരാണ്? വയലാർ രാമവർമ്മ. ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ് 1993 ശോഭനയ്ക്ക് ഉർവശി പട്ടം ലഭിച്ചത്? മണിച്ചിത്രത്താഴ്. 1986 ഉർവശി പട്ടം ലഭിച്ച മലയാള നടി മോനിഷ. ബാലനിലെ നായികയാരാണെന്നറിയാമോ? MK കമലം. ആരുടെ കഥയെ ആസ്പദമാക്കിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ വിധേയൻ എന്ന ചിത്രം നിർമ്മിച്ചത്? സക്കറിയ. ഏതാണ് ആ കഥ? ഭാസ്കര പട്ടേലരും എന്റെ ജീവിതവും. മികച്ച സംവിധായകനുള്ള കേരള സംസ്ഥാന അവാർഡ് ആദ്യമായി നേടിയത് എ വിൻസെന്റ്. മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് 3 പ്രാവശ്യം നേടിയ മലയാള നടി ശാരദ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ 1988 പ്രാധാന്യം എന്തൊക്കെയാണെന്ന് പറയൂ? മലയാള ചലച്ചിത്രത്തിന്റെ സുവർണ ജൂബിലി വർഷം. വളർത്തുമൃഗങ്ങൾ എന്ന ചിത്രത്തിന് ഗാനരചന നടത്തിയ പ്രശസ്ത സാഹിത്യകാരൻ MT വാസുദേവൻ നായർ. ആദ്യത്തെ മലയാള സിനിമാ നിർമ്മാതാവ് JC ഡാനിയൽ. 1983 പത്മഭൂഷൺ
അവാർഡ് ലഭിച്ച മലയാള നടൻ? പ്രേം നസീർ. വാനപ്രസ്ഥം സംവിധാനം ചെയ്തത് ആരാണ്? ഷാജി എൻ കരുൺ. ആദ്യത്തെ DTS ചിത്രം? കാലാപാനി. ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന പിന്നണി ഗായകൻ? യേശുദാസ്. മലയാള സിനിമയിലെ നിത്യഹരിത നായകനായി അറിയപ്പെടുന്നത്? പ്രേം നസീർ. ചന്തുമേനോന്റെ ഇന്ദുലേഖ എന്ന നോവൽ ഏതു വർഷമാണ് സിനിമയായത്? 1967. ആദ്യത്തെ ചലച്ചിത്ര നിർമ്മാണ സ്ഥാപനം? കേരള സിനിടോൺ. ഏറ്റവും കൂടുതൽ വിദേശ ബഹുമതി നേടിയ ആദ്യത്തെ മലയാള ചിത്രം? എലിപ്പത്തായം. മലയാളത്തിൽ ആദ്യമായി പിന്നണി ഗാനം എന്ന സമ്പ്രദായം തുടങ്ങിയത് ഏതു സിനിമയ്ക്ക് വേണ്ടിയാണ്? 1948 നിർമ്മല എന്ന സിനിമയ്ക്ക് വേണ്ടി. KG ജോർജ് സംവിധാനം ചെയ്ത ആദ്യ മലയാള ചിത്രം ഏതാണ്? 1975 സ്വപ്നാടനം എന്ന ചിത്രം. 1997 മികച്ച നടനുള്ള ദേശീയ അവാർഡ് പങ്കിട്ട മലയാളികൾ ആരൊക്കെയാണെന്ന് പറയൂ. സുരേഷ് ഗോപി, ബാലചന്ദ്ര മേനോൻ. ജീവിത നൗക എന്ന ചിത്രത്തിന് കഥയും സംഭാഷണവും നിർവഹിച്ചത് ആരാണ്? മുതുകുളം രാഘവൻ പിള്ള. പിറവി എന്ന സിനിമയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ച പ്രശസ്ത സംവിധായകൻ? അരവിന്ദൻ. തിരക്കഥാരചനയ്ക്ക് ദേശീയ അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാളി? SL പുരം സദാനന്ദൻ. ഗാന്ധി സിനിമയുടെ മലയാള പരിഭാഷയിൽ ഗാന്ധിജിയുടെ ശബ്ദം നൽകിയ കലാകാരൻ? പെൺമണി വിഷ്ണു. പ്രേം നസീറിന്റെ ജന്മസ്ഥലം? ചിറയിൻകീഴ്. ആദ്യത്തെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആരാ? TP രാധാമണി. കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ ചലച്ചിത്രമോ?